എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും. നാം കഴിഞ്ഞ വർഷം അതായത് 9ാം ക്ലാസ്സിൽ പാർട്സ് ഓഫ് സർക്കിൾസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഒരു സർക്കിളിൻ്റെ ചാപം അതായത് ആർക്ക് എന്താണെന്ന് നാം പഠിച്ചു. എന്താണ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ, ആ പോയിന്റുകൾക്കിടയിലുള്ള ഭാഗത്തെയാണ് നാം എന്ത് പറയുക, ആർക്ക് അഥവാ ചാപം എന്ന് പറയുക. അപ്പോൾ ഏത് രണ്ട് പോയിന്റുകൾ നമുക്ക് എടുക്കാം അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയേ, ഈ സർക്കിൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. രണ്ട് പോയിന്റുകൾ ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ അവയ്ക്കിടയിലുള്ള ഇത്രയും ഭാഗത്ത് നാം എന്ത് പറയും, ഇതിനെ നാം ചാപം എന്ന് പറയും അല്ലേ. അപ്പോൾ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഭാഗത്തെയാണ് നാം ചാപം എന്ന് പറയുക. ഇനി ഈ ആർക്കിൻ്റെ രണ്ട് അറ്റങ്ങൾ അല്ലേ, രണ്ടറ്റങ്ങളാണിത്. ഈ അറ്റങ്ങൾ ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം. ഈ കേന്ദ്രവുമായി നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അതേ കൂട്ടി യോജിപ്പിക്കുന്നു, ഈ അറ്റവും ഇതുമായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നു. അങ്ങനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു ആംഗിൾ കിട്ടും അല്ലേ. ഈ ആംഗിളിന് എന്താണ് നമ്മൾ പറയുക, നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു, അതിന് നാം പറയും സെൻട്രൽ ആംഗിൾ എന്ന് പറയും. അതായത് കേന്ദ്രകോൺ. ഇനി നമ്മൾ ഒരു ആർക്കിൻ്റെ നീളം എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. എങ്ങനെയാണ് മെഷർ ചെയ്യുക, നമുക്കറിയാം. ഈ ആർക്ക് ഉണ്ടാക്കുന്ന കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ കേന്ദ്രകോൺ, അതായത് സെൻട്രൽ ആംഗിൾ. ഈ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിയാൽ ഇതിപ്പോൾ നമുക്കൊരു 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഈ ആംഗിൾ ഒരു 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സർക്കിളിലെ മൊത്തം ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രിയാണ് അല്ലേ. 360 ഡിഗ്രിയാണ് മൊത്തം. അതിൽ 120 ഡിഗ്രിയാണ് ഈ ആർക്ക് ഉണ്ടാക്കുന്നത് അല്ലേ, 120 ഡിഗ്രി. അതായത് 360ൽ 120 ഭാഗമാണ് ഇത്. അപ്പോൾ നമുക്ക് 120/360, 360 ഡിഗ്രിയിൽ 120 ഡിഗ്രി. അപ്പോൾ നോക്കിയാൽ അതിനെ നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0 0 ക്യാൻസൽ ചെയ്തു. ഇനി 12 അടിയിൽ 36 അല്ലേ. നോക്കിയാൽ 36ൽ എത്ര 12 ഉണ്ട്, 3 12 ഉണ്ട്. അപ്പോൾ ഒരു 12 ഇവിടെയും, ഇവിടെ 3 12. അപ്പോൾ നമുക്കിതിനെ 1/3 എന്ന് കിട്ടും അല്ലേ. അതിലെ നമ്മൾ 2 കൊണ്ട് ചെറുതാക്കുക, പിന്നെ 3 കൊണ്ട് അതേ രൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും, 1/3 എന്ന് കിട്ടും. അതായത് ഈ 360 ഡിഗ്രിയുടെ 1/3 ഭാഗമാണ് ഈ 120. മനസ്സിലായില്ലേ. 360 ഡിഗ്രിയുടെ മൊത്തം 360 ഡിഗ്രി, അതിൻ്റെ 1/3 ഭാഗമാണ് 120. അങ്ങനെയാണെങ്കിൽ ഈ ചാപത്തിൻ്റെ, ഈ ആർക്കിൻ്റെ നീളം എത്രയായിരിക്കും, ഈ മൊത്തം ഈ സർക്കിളിൻ്റെ 1/3 ഭാഗം തന്നെയായിരിക്കും ഈ ആർക്ക്. മനസ്സിലായില്ലേ. അതായത് ഈ സർക്കിളിൻ്റെ ഈ പെരിമീറ്റർ, ചുറ്റളവ്, ഈ ചുറ്റളവിൻ്റെ ഇവിടെ ഈ ആംഗിളിൻ്റെ എത്ര ഭാഗമാണോ നമ്മളൊക്കെ സെൻട്രൽ ആംഗിൾ, 360ൻ്റെ എത്ര ഭാഗമാണോ ഈ സെൻട്രൽ ആംഗിൾ, അതേ ഭാഗം തന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ 1/3 ഭാഗമായിരിക്കും ഇത്. ഇനി ഈ സെൻട്രൽ ആംഗിൾ ഒരു 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഭാഗമായിരിക്കും, ആ 90 ഡിഗ്രി, അതായത് ഈ ചാപം, ഈ ആർക്കിൻ്റെ നീളം എത്രയായിരിക്കും, നമുക്കറിയാൻ നോക്കിയാൽ 360ൽ 90 ഭാഗം അല്ലേ. അതായത് 90/360 എത്രയാണ്, 0 0 ക്യാൻസൽ ചെയ്ത് 9 അല്ലേ. 9 4 36, അപ്പോൾ 4 പ്രാവശ്യം. അപ്പോൾ എത്ര കിട്ടി, 1/4 എന്ന് കിട്ടി നമുക്ക്. അതായത് 360ൻ്റെ 1/4 ഭാഗമാണ് 90 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് എത്രയായിരിക്കും, 1/4 ഭാഗമായിരിക്കും. ഈ സർക്കിളിൻ്റെ 1/4 ഭാഗമായിരിക്കും ഈ ആർക്കിൻ്റെ നീളം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ 1/3 ഭാഗം നമുക്ക് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമുക്കൊരു സർക്കിൾ വന്നിട്ട്, ഇപ്പോൾ ഒരു ഇതൊരു സർക്കിൾ, ഈ സർക്കിളിൻ്റെ 1/3 ഭാഗം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. നാം എങ്ങനെ കണ്ടുപിടിക്കും, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ സർക്കിളിൻ്റെ നോക്കിയാൽ 1/3 ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 1/3 ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കുന്ന ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും, ഈ 360ൻ്റെ 1/3 ഭാഗമായിരിക്കും അല്ലേ. അപ്പോൾ നാം എന്ത് ചെയ്താൽ മതി, 360നെ × 1/3, അതായത് അല്ലെങ്കിൽ /3, രണ്ടൊന്നും തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 360/3 എന്ന് പറഞ്ഞാൽ 120 കിട്ടി. അപ്പോൾ നാം ഈ കേന്ദ്രത്തിൽ ഒരു 120 ഡിഗ്രിയിൽ, ഇപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആംഗിൾ മെഷർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 120 ഇവിടെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 120 ഡിഗ്രി ആണെങ്കിൽ ഇത്രയും ഭാഗത്തിലായിരിക്കും 1/3 ആയിരിക്കും.
ഇനി 1/4 ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. 1/4 ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിൻ്റെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ 360 ഡിഗ്രിയുടെ 1/4 ഭാഗം എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ 360 ഇൻറ്റു 1/4 എത്ര കിട്ടും നമുക്ക്? 9, 9, 4, 36, 90 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 90 കിട്ടി. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇതേപോലെ 90 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ ചാപം എന്തായിരിക്കും? ഈ സർക്കിളിൻ്റെ 1/4 ഭാഗമായിരിക്കും. മനസ്സിലായില്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നോക്കിയാൽ, ഇപ്പം ഈ ചാപമാണ് നാം പരിഗണിക്കുന്നത് അല്ലേ? ഈ ചാപം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി അല്ലേ? ഈ ചാപത്തിൻ്റെ ഈ രണ്ടറ്റവും എന്ത് ചെയ്യാം? ഈ വൃത്തത്തിൻ്റെ ഇപ്പം നമ്മൾ ഇപ്പുറത്തുള്ള ഈ ഭാഗം അല്ലേ, ഈ ചാപമല്ലാത്ത മറ്റേ ഭാഗം, ആ ഭാഗത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന വിചാരിക്കാം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റ് എടുത്തിട്ട് ഈ ആർക്കിൻ്റെ ഈ രണ്ടറ്റവും ഇങ്ങോട്ട് യോജിപ്പിച്ചു. അതേപോലെ ഈ അറ്റം ഇങ്ങോട്ട് യോജിപ്പിച്ചു. നമ്മുടെ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റുമായിട്ട് നമ്മൾ ഈ ചാപങ്ങളെ രണ്ടറ്റവും നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി ഇല്ലേ? ഇനി ഇതല്ല, നമ്മൾ വേറെ പോയിന്റ്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് വിചാരിക്കാം. ഈ അറ്റവും രണ്ടറ്റവും ഈ പോയിന്റായിട്ടാണ് യോജിപ്പിക്കാൻ വിചാരിക്കുക. ഇതിങ്ങനെ യോജിപ്പിച്ചതേ. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലേ? ഇനി അതല്ല, ഇപ്പുറത്തെ ഒരു പോയിന്റുമായിട്ടാണ് യോജിപ്പിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടും അല്ലേ? അപ്പോൾ ഏത് പോയിന്റായിട്ട് യോജിപ്പിച്ചാലും നമുക്ക് കിട്ടുന്ന ആംഗിൾ എപ്പോഴെന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ഒക്കെ എന്തായും 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് പോയിന്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ രണ്ടറ്റം കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും. ഇതിപ്പോൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ആംഗിളൊക്കെ എത്രയായിരിക്കും? 50 ഡിഗ്രി വെച്ച് ആയിരിക്കും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നമുക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇക്കാര്യം എങ്ങനെ പറയാൻ പറ്റും? ഒരു വൃത്തത്തിലെ ഒരു ചാപം അല്ലെ, ഒരു ചാപത്തിൻ്റെ രണ്ട് അറ്റങ്ങൾ, ഈ രണ്ട് അറ്റങ്ങൾ ഈ ചാപത്തിലല്ലാത്ത മറ്റേ ഭാഗം അല്ലെ, ചാപത്തിലല്ലാത്ത അല്ലെ, ഈ ചാപം നമ്മൾ എടുക്കുന്ന ചാപത്തിലല്ലാത്ത വേറെ ഇത്രയും ഭാഗത്തെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് യോജിപ്പിച്ചാൽ കിട്ടുന്ന നമുക്ക് ആംഗിൾ എത്രയായിരിക്കും? ഈ കേന്ദ്രകോണം, അതായത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പം ഇവിടെ നോക്കിയാൽ ഇതാണ് ഈ പോയിന്റ് അല്ലേ, ഈ രണ്ടറ്റം, ഈ ചാപത്തിൻ്റെ രണ്ടറ്റം. അപ്പോൾ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും, ഇപ്പം ഞാൻ നോക്കിയാൽ ഈ പോയിന്റ് എടുത്ത് വിചാരിക്കാം, ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ ഇത് നമുക്കിങ്ങനെ കൂട്ടി യോജിപ്പിക്കുന്നത്, ഇങ്ങോട്ട് യോജിപ്പിച്ചു. കണ്ടില്ലേ? ഈ പോയിന്റിനാണ് ഞാൻ യോജിപ്പിക്കുന്നത്, ഈ പോയിന്റിനെ ഞാൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? ഇതിൻ്റെ ചാപത്തിൻ്റെ ഈ അറ്റം അല്ലേ, ഈ അറ്റം ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടി. ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി തന്നെ ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഈ ചാപത്തിൻ്റെ രണ്ട് അറ്റങ്ങളും ഈ ചാപത്തിലല്ലാത്ത വൃത്തത്തിലെ വേറെ ഒരു പോയിന്റ് മാറ്റി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പകുതി ആയിരിക്കും ആംഗിൾ. അപ്പോൾ ഇവിടെയും നമുക്ക് 60 ഡിഗ്രി തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 36 1-2 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇതിനെന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമായിട്ട് വരും ഇത്രയും ഭാഗം, ഈ ആർക്ക്? ഇതാണ് ചോദ്യം. അപ്പോൾ നാം സെൻട്രൽ ആംഗിളിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് സെൻട്രൽ വൃത്തത്തിൻ്റെ കേന്ദ്രമാണിത്. അപ്പോൾ ഈ ആർക്ക് ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഒരു ആംഗിൾ ഉണ്ടാക്കും അല്ലേ, ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട് ഇത്. അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രവും ഈ ആർക്കിൻ്റെ രണ്ടറ്റവും തമ്മിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് ഇതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടണം. ഈ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്താ പഠിച്ചത് ഇപ്പോൾ? അതായത് ഒരു വൃത്തത്തിൻ്റെ ചാപത്തിൻ്റെ, അതായത് ആർക്കിൻ്റെ രണ്ട് അറ്റങ്ങൾ സെൻറ്ററുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടും. ഇപ്പുറത്തെ ഏതെങ്കിലും പോയിന്റുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആംഗിൾ കിട്ടും അല്ലേ? ഈ ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ. ഇതാണ് നാം പഠിച്ചത്. അപ്പോൾ ഈ ആംഗിൾ നോക്കിയാൽ 40 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എത്ര വരും? അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ എത്ര കിട്ടും നമുക്ക്? ഇത് 40 ആയതുകൊണ്ട് സെൻട്രൽ ആംഗിൾ എത്ര വരും? 40ൻ്റെ ഇരട്ടി, 40 × 2 = 80. അപ്പോൾ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടി 80 ഡിഗ്രിന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ നീളം കിട്ടാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം മൊത്തം 360 ആണ് അല്ലേ? അതായത് മൊത്തം 360, അതിൽ എത്ര ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ? 80 ഡിഗ്രി.
അപ്പോൾ 80/360 ഒന്ന് നോക്കിയേ, 0 0 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എന്ത് വരും? 8/36 അല്ലേ? അപ്പോൾ 8/36 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ചെറുതായി കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8ൽ 2 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം അല്ലേ? 36ൽ 2 എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം അല്ലേ? ഇനി നോക്കിയാൽ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2/18 9 അല്ലേ? ഇവിടെ 4 2 പ്രാവശ്യം 2, ഇവിടെ 18ൽ 2 9 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 2/9 എന്ന് കിട്ടും. അപ്പോൾ ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമായിരിക്കും ഈ ആർക്ക്? 2/9 ഭാഗം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടണം. സെൻട്രൽ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ ഇരട്ടിയാണ് സെൻട്രൽ ആംഗിൾ അല്ലേ? അപ്പോൾ നമുക്കറിയാം മൊത്തം 360, അതിൽ 80 ഡിഗ്രി അല്ലേ? അപ്പോൾ 80/360, അതായത് 4/18. നമ്മൾ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് 2/9 എന്ന് കിട്ടി. അപ്പോൾ സെൻട്രൽ ആംഗിൾ 2/9 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് എന്തായിരിക്കും? ഈ മൊത്തം സർക്കിളിൻ്റെ 2/9 ഭാഗമായിരിക്കും. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കമ്പി ഈ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒരു ആംഗിൾ ഉണ്ടാക്കി. അതായത് നോക്കിയാൽ ഈ കമ്പി നമുക്ക് ഇതേപോലത്തെ ഒരു കമ്പി ഈ രൂപത്തിലാക്കി വെച്ചു. ഒരു കമ്പി മനസ്സിലായില്ലേ? ഈ കമ്പി എന്ത് ചെയ്തു? ഈ കമ്പിയുടെ ഈ മൂല ഒരു സർക്കിളിൻ്റെ ഈ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് സർക്കിളിൻ്റെ മൂല ഈ സെൻറ്ററിൽ നോക്കിയാൽ ഈ കമ്പിയുടെ മൂല ഇങ്ങനെ, ഈ വളച്ചുണ്ടാക്കിയ കമ്പിയുടെ മൂല ഇങ്ങനെ വെച്ചു. അപ്പോൾ ഈ സർക്കിളിൻ്റെ 1/10 ഭാഗം ഇതിൻ്റെ ഉള്ളിൽ പെട്ടു. അതായത് ഇത്രയും ഭാഗം ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ 1/10 ഭാഗമാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ കമ്പി തന്നെ അല്ല, അപ്പോൾ ആംഗിളിൽ ഒരു മാറ്റവും ഇല്ല. ഇതേ കമ്പി തന്നെ എന്ത് ചെയ്തു? ഇതേ സർക്കിളിലെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ സെൻറ്ററിലല്ല, വൃത്തത്തിൻ്റെ ഒരു പോയിന്റിൽ ഇങ്ങനെ കൂട്ടി വെച്ചപ്പോൾ, ഇങ്ങനെ യോജിപ്പിച്ച് വെച്ചപ്പോൾ ഇത്രയും ഭാഗം കവർ ചെയ്തു അല്ലേ? ഇത്രയും സർക്കിളിൻ്റെ ഇത്രയും ഭാഗം ഇതിനുള്ളിൽ പെട്ടു. അത് എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഒന്നാമത്തെ ചോദ്യം. ഇനി ഈ സർക്കിളല്ല, വേറെ സർക്കിൾ. അപ്പോൾ അതിൻ്റെ അളവ് മാറി, ഒന്ന് ചെറിയ സർക്കിളായി അല്ലെങ്കിൽ ഒരു വലിയ സർക്കിളായി. വേറെ സർക്കിളിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എത്ര ഭാഗം കവർ ചെയ്യും? എത്ര ഭാഗം ഇതിൻ്റെ ഉള്ളിൽ പെടുന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, ഈ കമ്പിക്ക് വ്യത്യാസമില്ല അല്ലേ? കമ്പി വെക്കുന്ന പൊസിഷൻ അല്ലേ? ഇത് സെൻറ്ററിൽ വെച്ചു ആദ്യത്തേത്, പിന്നത്തേത് ഈ സർക്കിളിനോട് കൂട്ടി യോജിപ്പിച്ച് വെച്ചു. അടുത്തത് എന്ത് ചെയ്തു? വേറൊരു സർക്കിൾ, ഈ അളവല്ലാത്ത വേറെ സർക്കിളിൽ വെച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? നാം നേരത്തെ പഠിച്ചു സെൻട്രൽ ആംഗിൾ ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചു അല്ലേ? നമുക്കറിയാം, നോക്കിയാൽ ഈ സർക്കിളിൻ്റെ 1/10 ഭാഗമാണ് ഈ കവർ ചെയ്തിട്ടുള്ളത്, ഇതിനുള്ളിൽ പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 360 ഡിഗ്രിയുടെ എത്ര ഭാഗമായിരിക്കും ഇത്? 1/10 ഭാഗം തന്നെയായിരിക്കും ഈ സെൻട്രൽ ആംഗിൾ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ എത്രയാണോ ഇത് തന്നെയായിരിക്കും ഇവിടെ വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 360ൻ്റെ എത്ര ഭാഗം? 1/10 ഭാഗം അല്ലേ? അതായത് 360 × 1/10. ഇവിടെ എത്രയാണോ അത്രയും ഭാഗം തന്നെയായിരിക്കും, 360ൻ്റെ അത്രയും ഭാഗം തന്നെയായിരിക്കും ഈ സെൻട്രൽ ആംഗിൾ. അപ്പോൾ 360 × 1/10, 0 0 ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് എത്ര കിട്ടി? 36 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ, ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടി 36 ഡിഗ്രി. ഈ കമ്പിയുടെ ആംഗിളാണ് കിട്ടിയത്. എത്രയാണ്? 36 ഡിഗ്രിയാണ് ഈ കമ്പിയുടെ ആംഗിൾ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോക്കിയാൽ ഈ കമ്പി എന്ത് ചെയ്തു? ഈ വൃത്തത്തിൻ്റെ ഈ ഒരു പോയിന്റുമായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗം കവർ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പിക്ചറിലത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പിക്ചറിൽ എന്താ സംഭവിക്കുന്നത്? ഈ കമ്പി ഈ അറ്റത്തേക്ക് വെച്ചു അല്ലേ? അപ്പോൾ ഈ ആംഗിൾ നമുക്കറിയാലോ എത്രയാണ്, നമുക്ക് കണ്ടുപിടിച്ച എത്രയാണ്? 36 ഡിഗ്രി തന്നെ, അതിൽ വ്യത്യാസമില്ല, 36 ഡിഗ്രി. ആ കമ്പിയുടെ അളവാണ് 36 ഡിഗ്രി. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ കമ്പി ഇങ്ങനെ വെച്ചപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ ഉള്ളിൽ പെട്ടു അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഈ സർക്കിളിൻ്റെ ഒരു ആർക്കാണ് അല്ലേ? ആർക്ക്. അപ്പോൾ ഈ ആർക്ക് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ആർക്ക്, ഇത് സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഇത് എത്ര ഡിഗ്രിയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? അതായത് 36 × 2.
72 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി, അതായത് ഈ സെൻട്രൽ ആംഗിൾ കിട്ടി എത്രയാണ്? 72 ഡിഗ്രിയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ സെക്കൻഡ് പിക്ചറിൽ സെൻട്രൽ ആംഗിൾ എത്ര വരും? 36 ഡിഗ്രിയുടെ ഇരട്ടി. 36 ഡിഗ്രി ഇൻറ്റു 2 72 ഡിഗ്രി. അപ്പോൾ നോക്കിയേ, ഇത് 72 ഡിഗ്രി. അപ്പോൾ 360 72 ഡിഗ്രി അല്ലേ? അതേ ഫ്രാക്ഷൻ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 72 ഡിഗ്രി എത്രയിൽ? മൊത്തം 360. 72 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്കങ്ങനെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഫ്രാക്ഷൻ അല്ലേ ഓഫ് സർക്കിൾ. സർക്കിളിൻ്റെ എത്ര ഭാഗമായിരിക്കും വരാം? അതായത് ഇവിടെ നോക്കിയാൽ 72 ഡിഗ്രി 360 72 ഡിഗ്രി 2/360. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 360 നമുക്ക് 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നോക്കിയാൽ 360 ഹരിക്കണം 72 പോകുന്ന നോക്കിയാൽ. അപ്പോൾ ഇവിടെ 0 വരുന്നത് അല്ലേ? അപ്പോൾ 2 കൊണ്ട് എന്തിനാ ഗുണിച്ചാൽ 0 കിട്ടുക? 5 കൊണ്ട് അല്ലേ? അപ്പോൾ 5 ചെക്ക് ചെയ്ത് നോക്കിയാൽ 5 × 2 10 0 ബാക്കിയൊന്ന് 7 × 35 36 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 360 എത്ര 72 ഉണ്ട്? 5 72 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 72 ഒരു പ്രാവശ്യം ഉള്ളത് 360 എത്ര 72 ഉണ്ട്? 5 72 ഉണ്ട്. അപ്പോൾ 1/, അപ്പോൾ നമുക്ക് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/5 കിട്ടി. അപ്പോൾ 360ന്റെ 1/5 ഭാഗമാണ് ഇത് അല്ലേ? ഈ സെൻട്രൽ ആംഗിൾ അതേ ഭാഗം തന്നെയായിരിക്കും ഈ ലെങ്ത്തും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? നമുക്ക് 1/5. അതായത് ഈ സർക്കിളിൻ്റെ 1/5 ഭാഗമാണ് ഈ ആർക്ക്. ഇവിടെ നമുക്കറിയാം ഈ കമ്പിക്ക് വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഈ കമ്പിയുടെ ആംഗിൾ എത്രയാണ്? 36 ഡിഗ്രി തന്നെയാണ്. 36 ഡിഗ്രി. അപ്പോൾ ഈ ആർക്ക് അല്ലേ? ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 36 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ അല്ലേ? അതായത് ഇവിടെ 72 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയാൽ അല്ലേ 360 72 അല്ലേ? അതായത് മൂന്നാമത്തെ കേസ്, മൂന്നാമത്തെ ഫിഗറിൽ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ 72 ഡിഗ്രി മൊത്തം എത്രയാണ്? 360. അപ്പോൾ 72/360 നമുക്കറിയാം 1/5 അല്ലേ? അപ്പോൾ ഇത് നോക്കിയാൽ ഈ സെൻട്രൽ ആംഗിൾ മൊത്തം 360ന്റെ 1/5 ഭാഗമാണ് സെൻട്രൽ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് എത്രയായിരിക്കും? ഈ ആർക്ക് ഈ സർക്കിളിൻ്റെ 1/5 ഭാഗം തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 41 ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഫിഗറിൽ നമുക്ക് ഒരു ആർക്ക് അല്ലേ? ആർക്കിൻ്റെ അതിൻ്റെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് ആംഗിളുകളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയത് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? ഇപ്പോൾ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് 100 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ആർക്കിൻ്റെ ഈ രണ്ട് പോയിന്റുകൾ നോക്കിയാൽ ഈ വൃത്തത്തിൻ്റെ ഈ പോയിന്റുമായി കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയായിരിക്കും? ഇവിടെ 100 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 100/2 അല്ലേ? അതായത് 50 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവ് കിട്ടി 50 ഡിഗ്രി. ഇനി നോക്കിയേ, ഇത് നാം ഇപ്പോഴത്തെ ആർക്ക് അല്ലേ? ഇനി നോക്കിയാൽ ഈ ഇപ്പുറം നോക്കിയാൽ ഇതും ഒരു ആർക്ക് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ? ഇതും ഒരു വലിയൊരു ആർക്ക്, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഒരു ആർക്ക് അല്ലേ? അപ്പം ഈ വലിയ ആർക്ക് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിയാൽ ഇതിൻ്റെ ഒരറ്റിങ്ങനെ മുട്ടിച്ചു, ഇരറ്റിങ്ങനെ മുട്ടിച്ചു അല്ലേ? അപ്പം ഈ വലിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇത് അല്ലേ? ഇത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്രയും ഭാഗം, ഈ ആംഗിൾ. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ചെറിയ ആർക്കാണ് എടുത്തത്, ഇനി വലിയ ആർക്ക് ഇങ്ങനെ എടുത്തു. ഈ വലിയ ആർക്കിൻ്റെ രണ്ട് അറ്റങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഇത്രയും ആംഗിൾ അല്ലേ? അതെത്രയായിരിക്കും? നമുക്കറിയാം മൊത്തം 360 ഡിഗ്രിയാണ് അല്ലേ? മൊത്തം 360. അപ്പോൾ 360ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ അളവ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ 360 മൈനസ് 100 ഈ ആംഗിൾ, അതായത് 260 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി 260 ഡിഗ്രി. നമ്മളിപ്പോൾ ഈ വലിയ ആർക്കാണ് എടുത്തത്. ഈ ആർക്കിൻ്റെ ഈ രണ്ടറ്റങ്ങൾ, ഈ ആർക്കല്ലാത്ത ഈ ഭാഗം, മറ്റേ ഭാഗം എന്ന് വെച്ചാൽ ഇത്രയും ഭാഗമാണ് അല്ലേ? നാം എടുത്ത ആർക്ക് ഇതാണ്. ഇപ്പോൾ ആർക്കല്ലാത്ത ഭാഗം ഇത്രയും ഭാഗം അല്ലേ? അപ്പം ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും?
നാം പറഞ്ഞു സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പം ഇത് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? 260ൻ്റെ പകുതി അല്ലേ. അപ്പം 260/2 = 130 ഡിഗ്രി. അതായത് ഇപ്പോൾ നോക്കിയേ, ഇതൊരു സർക്കിള് ഇപ്പോൾ ഇതൊരു ആർക്ക് അല്ലേ, ഇത് മറ്റൊരു ആർക്കാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്കിപ്പോൾ ഒരു 260 ഡിഗ്രി. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ആർക്ക് ഈ സെൻട്രലിൽ ഉണ്ടാക്കുന്ന ഈ 2 പോയിന്റുകൾ സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതല്ല. ഈ ആർക്കണ്ട ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആർക്ക് ഈ സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 260. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ 2 അറ്റങ്ങൾ ഈ ആർക്കല്ലാത്ത ഇപ്പുറത്തെ ഭാഗം അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് 260 ആണെങ്കിൽ ഇതിൻ്റെ പകുതി എത്രയായിരിക്കും? 130 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആർക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെറിയ ആർക്ക് മാത്രം മനസ്സിൽ കാണണ്ട. അപ്പോൾ ആർക്ക് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും. 180 ഡിഗ്രിയേക്കാൾ കൂടുതലുള്ള ആർക്ക് ഉണ്ടാവും, 180 ഡിഗ്രിയേക്കാൾ കുറഞ്ഞ ആർക്ക് ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഫിഗർ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയേ, ഏതാണ് അളവ് വന്നിട്ടുള്ളത്? ഇത് 240 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 240 എന്ന് പറയുമ്പോൾ ഇതൊരു സെൻട്രൽ ആംഗിളാണ്. ഈ സെൻട്രൽ ആംഗിളിൻ്റെ ആർക്ക് ഏതാണെന്ന് നോക്കിയേ. ആർക്ക് ഏതാണ്? ആർക്ക് ഈ സെൻട്രൽ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 240 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ ഇങ്ങനെ പോകുന്നു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഈ വലിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 240 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ ഈ 2 അറ്റവും നോക്കിയാൽ ഇങ്ങോട്ട് വൃത്തത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് വന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിത് എത്ര കിട്ടും? 240/2 അതായത് 120 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അളവ് നമുക്ക് കിട്ടി 120 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അളവാണ് അല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? ഈ ആംഗിൾ നോക്കിയാൽ ഇവിടെ മുട്ടുന്നു അല്ലേ. അതായത് ഇവിടെ ഒരു ആർക്ക്, ഈ ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 240 ആണെങ്കിൽ മൊത്തം 360. അപ്പോൾ 360ൽ നിന്ന് 240 കുറച്ചാൽ നമുക്ക് ഇത് കിട്ടും അല്ലേ. അപ്പോൾ 360 - 240 അതായത് എത്ര കിട്ടും നമുക്ക്? 120 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി 120 ഡിഗ്രി. അതായത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 120 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ആർക്ക് ഇപ്പുറത്തുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 120/2 അതായത് 60 ഡിഗ്രി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.